നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ തോർന്നേ ഉള്ളൂ. നോക്കിയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടച്ചെമ്പരത്തി ഉണ്ടോ, ഇത് നമുക്ക് അപ്പുറത്തേക്കും വെക്കണം കേട്ടോ. അതാ പൊട്ടിപ്പോയി. ഓണത്തിന് പൂവിടുമ്പോൾ കിട്ടിയില്ല, പക്ഷെ നോക്കിയൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ പുതിയ വീടൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുറേ ദിവസമായില്ലേ. ഞങ്ങളിന്ന് ആശുപത്രി പോയിക്കായിരുന്നു കേട്ടോ. എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണാർക്കാടാണ് നോക്കിയിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മളിവിടെ കടമ്പഴിപ്പുറം നോക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നല്ല ഡോക്ടറാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ ചേച്ചി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങൾ, നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ആകെ നമുക്കിപ്പോൾ ഇപ്രാവശ്യമുള്ള വിറകാണ് കണ്ടോ. ഇതിനെ അന്നാൾ പോയി പെറുക്കിയതാണ് കേട്ടോ. നമ്മുടെ ഈ റബ്ബർ തൊടിയിൽ കഴിഞ്ഞു, ഒരു തുള്ളി വിറകില്ല, ഫുൾ വിറകും കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ ആകെ 2-3 ദിവസം കത്തിക്കാനുള്ള വിറകുണ്ട്. നോക്കി നോക്ക് കാട്ടിയിരിക്കണത്. ഈ സംഭവം എടുത്ത് മറന്നിക്കണില്ലേ. നമ്മുടെ വാതിലായിരുന്നു കേട്ടത് കണ്ടോ ആണി കിടക്കണത്. കുട്ടികളുടെ ആരുടെങ്കിലും കാലിൽ തട്ടിയാലേ അതങ്ങനെ എൻ്റെ കൈയൊന്ന് കഴിയിട്ട് പോരാട്ടാ. ഞാനിവിടെ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാട്ടോ. ആ ബക്കറ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ വീടിൻ്റെ ഉമ്മറം അടിച്ചു വരണം. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഉമ്മറം കോലായി അടിച്ചോരി വിളക്ക് വയ്ക്കാൻ ഇങ്ങോട്ട് പോരും കേട്ടോ. വിളക്ക് വയ്ക്കും. നമ്മൾ ഇതാ ഇവിടെ കോൺക്രീറ്റ് ചെയ്തു കേട്ടോ. ഇത്ര വരെ കോൺക്രീറ്റ് ചെയ്തുള്ളൂ. ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അതാ കണ്ടോ, ഇത്ര വരെ, ഇവിടുന്ന് ഇത്ര വരെ ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അവിടെ അടിച്ച് കഴുകിയിട്ടേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തുടയ്ക്കലും മടിക്കലും ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഇതുണ്ടോ വാഴക്കൊല വെട്ടിയതിൻ്റെ ഉണ്ട്. മറ്റേ ഇനി ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ തേക്കുണ്ടാവും കേട്ടോ. ഇവിടെ തേച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മഴയത്ത് എന്താ തേക്കുന്നത്, തേച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷീറ്റ് ഇറക്കാൻ. ഇങ്ങനെ ഷീറ്റ് ഇറക്കി കഴിഞ്ഞ് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാലോ. എന്താ ആലുവടുപ്പ് തന്നെ എന്നിട്ട് വയ്ക്കണല്ലോ, മറ്റേ അടുപ്പ് വയ്ക്കണില്ല. പുക ഫുള്ളും ഉള്ളിക്ക് കയറും, അപ്പോൾ വീട് നാശമാവും എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ആലുവടുപ്പാണ് പറഞ്ഞു വെച്ചാൽ ഇവിടെ പുകയൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതാ ഇവിടെ കണ്ടോ നമ്മുടെ കിണർ നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതാ കിണർ നമ്മൾ ഇങ്ങനെ ആക്കി കണ്ടില്ലേ. ഇവിടെ വെള്ളം പോകാനുള്ളൊരു സൗകര്യം വെച്ചില്ല അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിവുപോലെ ഇതെന്താ ഒരു സൈഡ് ഒരു കുന്ന്, അതിന് ഒന്നും കൂടി സിമെൻ്റ് ഇടല്ലേ. അപ്പം ശരിയോ. ദാ നമ്മുടെ കിണർ കണ്ടില്ലേ, ഈ ലെവലിലാക്കിയിട്ടോ. ഈ ലെവലിലാക്കിയിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് 2 സൈഡിൽ നിന്നും തുടിയും കോലും ആകുമ്പോൾ നമുക്ക് കോരാനുള്ള സൗകര്യത്തിനുള്ള സംഭവം ഇവിടെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കോരുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെള്ളം കോരാലോ. ഇത്ര വരെ 4 വരി കല്ലിട്ടു. ഇവിടുന്ന് ഇതുവരെ കോൺക്രീറ്റ് കുറച്ചും കൂടി കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പകുതി ആക്കിയിട്ടാണ് നമ്മുടെ കിണർ. പകുതി ആക്കിയിട്ട് പിന്നെ ഇതാ വട്ടം. ഇനി സാധിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഗ്രില്ല് ഇടുകയെന്ന് പറഞ്ഞു വെച്ചാൽ ഇതായിട്ടൊരു ശല്യം നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. എന്നാലും സ്ഥലം കിട്ടിയില്ലേ ഏട്ടാ, ഇത്രയൊക്കെ കിട്ടിയില്ലേ അല്ലേ. ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നില്ലേ, ഇത്രയും നോക്കുമ്പോൾ ഇങ്ങനെ കൈയും കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത്രയും സ്ഥലം നമുക്ക് കിട്ടിയതും കൊണ്ട് ഇനി അവിടെ നിന്ന് ഷീറ്റ് എടുത്തിട്ട് എന്താ ഇവിടം വരെ നമ്മൾ ഷീറ്റ് ഇടും കേട്ടോ. ഈ ഒരു ഭാഗം വരെ ഇവിടം വരെ ഇല്ലേ ഇടുള്ളൂ അല്ലേ. ഈ സൈഡ് നമ്മൾ മുഴുവൻ എന്താ ഷീറ്റ് ഇടണം പറഞ്ഞിട്ടാണ്. ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇവിടെ അല്ലേ ഈ ഭാഗം എന്താ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതൊക്കെ ലൂസ് മണ്ണാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവണം. സെറ്റാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന അനിയൻ പറഞ്ഞു. ഇവിടുത്തെ ഫുള്ള് ഒന്നാമത് ലൂസ് മണ്ണാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഷീറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഒരു വരി കല്ലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തിടുക. അപ്പോൾ നമുക്കിവിടെ അമ്മിത്തറ, അതേപോലെ വാഷിംഗ് മെഷീൻ വെക്കാം. പിന്നെ നമ്മുടെ എന്താ അഴ കെട്ട, തുണി അഴ അത് കെട്ട, ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടാമല്ലോ നമുക്ക് അങ്ങോട്ട്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് രണ്ടാമതായപ്പോൾ അനിയൻ പറഞ്ഞു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഒന്നും കൂടി സൗകര്യമാവും എന്നുള്ളത്. ഇനി അങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ അനിയനൊക്കെ ഇനി എന്താ വീട് വെക്കേണ്ട സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് അവർ തറവാടിൽ നിന്ന് എന്തായാലും കുറച്ച് തറവാട് പൊളിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് ഇപ്പുറത്തേക്കല്ലേ വീട് വരിക.
അപ്പോൾ എന്തായാലും ഉള്ള സ്ഥലത്തിൽ ബുദ്ധിമുട്ടാവും. നമ്മൾ അവർക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. നമ്മൾ എന്താ ഓരോ സൗകര്യങ്ങൾ എടുത്തിട്ട് അല്ലേ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടത്തേക്ക് വീട് കണ്ട് ഇപ്പോൾ ഇവിടെ മഴ ഷവറിലൊക്കെ കുളിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഒരാഗ്രഹമല്ലേ. എന്താ കുഞ്ഞു മക്കളല്ലേ, നമ്മുടെ അടുത്ത് പറയും വലിയമ്മ നമുക്കും വീട് വയ്ക്കണം എന്ന്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവർക്കൊരു വീടാവട്ടെ. എന്നാലല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും വീടായി എന്നുള്ളൊരു സന്തോഷം. ഇപ്പോൾ നമുക്കായി, രണ്ടാമത്തെ അനിയനായി, പെങ്ങക്കായി, ഇനിയപ്പോൾ സുകന്യയ്ക്കും കൂടി ഒരു വീടായി കഴിഞ്ഞു വെച്ചാൽ നമുക്കൊന്നും കൂടി സന്തോഷമാവില്ലേ ഏട്ടാ? നമുക്ക് ആ ഒരു എല്ലാവരും നന്നായി ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഏറ്റവും വലിയ മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ ആശുപത്രി പോയതിൻ്റെ കാര്യം പറയണ്ടേ. ആശുപത്രി പോയതിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് തൈറോയിഡില്ല, ഷുഗറില്ല, പ്രഷറില്ല അല്ലേ. പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളില്ല. ആകെയുള്ള പ്രശ്നം എന്താണെന്നറിയോ? പി സി ഒ ഡിയുടെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഈ മുഖത്തൊക്കെ കണ്ടോ ഇങ്ങനെ നിറച്ച് കുരുക്കൾ കാണുന്നുണ്ടോ? എന്താ മുഖത്തെ കുരു കാണാണ്ടല്ലേ. ഇപ്പോൾ ഒന്ന് കുറച്ച് കമ്മിയായി തോന്നുന്നു. ഓരോ കുരുവൊക്കെ ഇല്ല ഇങ്ങനെ ബലൂണ് പോലെ അങ്ങനെ വീർത്ത് നിൽക്കും. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ കുരു. ഞാൻ പക്ഷെ അത് കൊണ്ട് നടക്കും. ഞങ്ങൾ സ്കിൻ ഡോക്ടറെ പോയി കണ്ടതാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, സ്കിൻ ഡോക്ടറെ കണ്ടപ്പോൾ സ്കിൻ അലർജിയാണ് പറഞ്ഞു. പിന്നെ മാറ്റില്ലാതായപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടിട്ട് വരുകൊണ്ട് പറഞ്ഞു. അപ്പം അന്ന് പോയപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് ഉണ്ട്. പിന്നെ നമുക്ക് ഈ റെഗുലറായിട്ട് പീരിയഡ്സ് ആവാത്തതിന് അതിന് മരുന്ന് തന്നിട്ടുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാര്യം അറിയാലോ, എന്നെയൊക്കെ ആയിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ആയിട്ടില്ല എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഗതികെടണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നല്ല ഭാവിയിൽ നമുക്ക് നമ്മളായിട്ട് തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ കുറേയൊക്കെ വലിച്ചു വരുത്തുന്നത്. അത് വേറെ ആരുമല്ല. കാരണം ആ സമയത്ത് നമ്മളില്ലേ പിന്നെ വിട്ടെ അതാ കൊണ്ട് പറയുന്ന പോലെ തന്നെ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ 10 കൊടുക്കേണ്ടടുത്ത് 500 കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. നേരെ നടന്നിട്ടില്ലെങ്കിലേ അപ്പോൾ 10 കൊടുക്കേണ്ടടുത്ത് ഇപ്പോൾ 500 കൊടുക്കേണ്ട അവസ്ഥ വരും പറയുക. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 മാസത്തിൽ കൂടുതൽ പീരിയഡ്സ് ആയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വന്ന് മരുന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വേറെ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഞങ്ങളടുത്ത് പ്രസവം നിർത്തിയില്ലേ, ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഓരോരുത്തർ ഓരോ രീതിക്ക് ഏതാ വിശ്വസിക്കുക. പക്ഷേ പഠിച്ചവരോ അനുഭവമുള്ളവരല്ല പറഞ്ഞു തന്നെ, അല്ലാതെ ഒന്നും അറിയാത്തവരല്ലല്ലോ. നമ്മൾ അവർ വിശ്വസിച്ചല്ലേ പോണത്. ഇവരൊക്കെ പഠിക്കുന്നത് ഒന്ന് തന്നെയല്ലേ. നമുക്കതിനെ കുറിച്ച് അറിയാമെങ്കിൽ നമ്മളിവർ ആഴത്തേക്കും പോകില്ലല്ലോ, അറിയാത്തോണ്ടല്ലേ പോണത്. അപ്പോൾ പിന്നെ എനിക്ക് 10 കിലോ സത്യം പറഞ്ഞാൽ ആരെയും വിശ്വാസമില്ലാണ്ടായി. ആര് പറഞ്ഞതാ ശരി? ഇത് പോണവരൊക്കെ ഓരോ അഭിപ്രായം പറഞ്ഞു തരും. പറയുന്ന കാര്യങ്ങൾ ശരിയാകുമ്പോഴേ നന്നൊന്നും പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഇതിനേക്കാൾ തിരക്കുള്ള ഡോക്ടറെ അടുത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. മണ്ണാർക്കാട് ഏറ്റവും തിരക്കുള്ള ഡോക്ടറേക്കാണ് പോയത്. എന്നിപ്പോൾ എന്തായി? കൂടുതൽ വർക്കൗട്ട് ചെയ്യണം, ജിമ്മിന് പോകണം, വയർക്കാണ്ടാണ് ആ രീതിക്കൊക്കെ അവർ പറഞ്ഞത്. പക്ഷെ ഞാൻ വീട്ടിൽ നല്ലപോലെ പണിയെടുക്കേണ്ടി പറഞ്ഞപ്പോൾ വീട്ടിലെ പണിയല്ല. അതൊരു ബന്ധമില്ല. ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളും ആ ഡോക്ടർ പറഞ്ഞ കാര്യം രണ്ടാണ്. എനിക്ക് ഈ ഡോക്ടർ പറഞ്ഞത് കുറച്ചും കൂടി ചാത്തപ്പാ എനിക്ക് ഈ ഡോക്ടർ പറഞ്ഞ ഒന്നും കൂടി ഇതായി. ഏട്ടനോ? അത് ഓരോ ഡോക്ടർമാർ പറയും, നമുക്ക് അങ്ങനെ വിശ്വാസം. അത് അനുഭവത്തിൽ വരുമ്പോഴാണ് അതിൽ എത്ര സത്യാവസ്ഥയുണ്ട്, നമ്മൾ എത്ര കൃത്യമാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുഭവത്തിൽ കൂടെ വരുമ്പോഴേ ശരിയാവും. അല്ലാതെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഈ മുഴകൾ കാണിച്ചു തന്നു അല്ലേ. അതൊന്നും ഇതുവരെ ആരും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു കാര്യം കാണിച്ചു തന്നിട്ടുമില്ല. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴകൾ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് തോന്നും കുഴപ്പമില്ല, നമുക്ക് അത് മാസാവണതല്ലേ, ബുദ്ധിമുട്ടാവില്ലല്ലോ, വേണ്ടല്ലോ അതൊന്നും. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രത്തിന് കട്ടി കൂടും. അപ്പോൾ നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ട് വരും എന്നല്ലേ പറഞ്ഞത് ഈ ഡോക്ടർ പറഞ്ഞതല്ലേ. വേറെ ഇപ്പോൾ നമുക്ക് തോന്നും അത് കുഴപ്പമില്ല, അതൊന്നും സാരമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഭാവിയിൽ എന്തായാലും അത് വേറെ അസുഖങ്ങളായിട്ട് വരാനും സാധ്യത ഉണ്ടെന്ന്. കാരണം ഒരു 40-45 വയസ്സ് വരെയെങ്കിലൊക്കെ അത്രമാത്രം പ്രായം നമുക്ക് ആയിട്ടില്ലല്ലോ, അത്ര വരെയൊക്കെ നമുക്ക് ഇതൊക്കെ വേണമെന്ന്. അതും ശരിയാണ് കേട്ടോ. നമ്മൾ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ്. പക്ഷേ എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണമുണ്ട്.
ക്ഷീണം മാത്രമല്ല, എനിക്ക് എന്നെ കൊണ്ട് ചില സമയത്തൊക്കെ എന്താ വയ്യ ഒരിടത്ത് കിടക്കണം ഇങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് കൂടി പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിരുന്നു, ചേച്ചിയുടെ കഴുത്തിൻ്റെ അവിടെ കണ്ടോ കറുപ്പ് കളറ്, മുഖത്ത് കണ്ടില്ലേ, ചേച്ചി നല്ല ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണ്, അപ്പോൾ ചേച്ചിയുടെ അസുഖം എന്താണ് പ്രശ്നം എന്നറിയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം എന്താ 10 കിലോ ഞാൻ കൂടുതലുണ്ട്, എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ 10 കിലോ ഞാൻ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഈ 10 കിലോ കഷ്ടപ്പെട്ട് കുറയ്ക്കും. കഷ്ടപ്പെട്ട് ഭക്ഷണം ചോറ് കഴിക്കണം. നമ്മൾ ഈ ചോറ് എന്നോട് എല്ലാവരും കമൻറ്റിൽ കൂടെ പറയും, പ്രസി എന്തിനാ അത്ര ഭക്ഷണം കഴിക്കണം. ശരിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, പലഹാരം ഉണ്ടാക്കിയാലും തന്നെ ഈ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ചോറിനോട് ഭയങ്കര താല്പര്യമാണ് പറഞ്ഞില്ലേ. അത് ഒരു മുളക് വറുത്ത പുളിയോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ എന്നും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കും. അതൊക്കെ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ വേറൊരു രീതിയിൽ എന്താ എഫക്റ്റായിട്ട് വരികയല്ലേ ചെയ്യുന്നതല്ലേ. കടല കഴിക്കാൻ പറഞ്ഞു, മുട്ട കഴിക്കാൻ പറഞ്ഞു, ചിക്കൻ കറി വെച്ചത് കഴിക്കാൻ പറഞ്ഞു, പിന്നെ പച്ചക്കറികൾ ധാരാളമായി കഴിക്കാൻ പറഞ്ഞു, ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞതാ, അതൊക്കെ ചെയ്യേണ്ടത് നമ്മളാ. ഇതൊക്കെ ഡോക്ടർ പറയുന്നോട്ടോ, ഇതൊക്കെ അതേപോലെയൊക്കെ ചെയ്തു നോക്കാം, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തെറ്റാന്ന് അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞതിന് തെറ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കൃത്യമായിട്ട് നമ്മൾ ചെയ്താലേ അവർ പറഞ്ഞതിൽ ഫലം മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അതുപോലെ ചെയ്തു നോക്കണം. പിന്നെന്താ, നട്ട്സ് വാങ്ങിയിട്ട് കഴിക്കാൻ പറഞ്ഞു, 3 എണ്ണം 4 എണ്ണം ഒരു ദിവസം, അല്ലാതെ അതിൽ കൂടുതൽ അളവ് കൂടി കഴിക്കരുതെന്ന്. അത് ശരിയായി. ഈ നമുക്കില്ലേ കുറച്ച് തടി കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റാതെയാണ് കേട്ടോ. ഈ 2 വർഷം കൊണ്ടാണ് ഞാൻ ഇത്ര വെയിറ്റ് കൂടിയത്. 2 കൊല്ലം, എൻ്റെ ഈ 2 കൊല്ലം മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അതിൽ എന്താ തീരെ തടിയില്ലാത്ത ആളായിരുന്നില്ല. ഇപ്പം എൻ്റെ അമ്മ തന്നെ പറയും, ചക്കപ്പോത്ത് വീർത്ത പോലെ. എന്നാൾ വന്നപ്പോഴും പറഞ്ഞു, നീ എങ്ങനെയും തടി കുറച്ചോ പ്രസി, എന്താ നല്ല തടി വരുന്നുണ്ട്, ഇങ്ങനെ തടി വരാൻ പാടില്ല, നന്നല്ലാന്ന്. എൻ്റെ അമ്മ എന്താ എപ്പോഴും തന്നെ ഇതും അറിയില്ല, അമ്മ പണിയെടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലാതെ ഭക്ഷണം കൂടുതൽ കഴിക്കുകയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഒരേപോലെയാണ്, ഒരു പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഇല്ലേനു കേട്ടോ. അപ്പം എന്തായാലും അതുപോലെയൊക്കെ നമുക്ക് ചെയ്തു നോക്കണം. ഇനി വൈകുന്നേരം ആകുമ്പോൾ എന്താ ചോറ് വെക്കണം കേട്ടോ. ചോറ് തീ പിടിപ്പിക്കാൻ ആലോചിക്കുമ്പോൾ വിറകില്ലാണ്ട് എന്താ തോന്നണേ ഇല്ല. പിന്നെ ഏട്ടൻ വിറക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ്. അവിടെ പോയി നോക്കിയപ്പോൾ പച്ചവിറകാണ്. പച്ചവിറക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ കാര്യം, എന്താ പിന്നെയും കത്താനോ ഉണങ്ങാനുണ്ട്, കത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണങ്ങിയ വിറക് കിട്ടുക വെച്ചാൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടേ അമ്മ വന്നു. വീട് പണി കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ അടുക്കളയിൽ വെച്ചിട്ടുള്ള വിശേഷങ്ങൾ ഉണ്ടായില്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. നമ്മുടെ പുതിയ അടുക്കളയിലുള്ള വിശേഷങ്ങൾ ഇതിങ്ങനെയല്ലേ കിടക്കണത്. നമ്മളിവിടെ കടത്തം ആയി വിളക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം പെട്ടെന്ന് നമ്മളെന്തായാലും ഇനി ഫംഗ്ഷനൊക്കെ കഴിയണവരെ ഒക്കെ കൂട്ടത്തിൽ നടക്കട്ടെ. വീട് പഷ്ടിക്കിടരുത് കേട്ടോ. വീട്ടിൽ നാഴി അരിയൊക്കെ വെക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാഴി അരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. ഇതിൻ്റെ പണികളൊക്കെ കഴിയട്ടെ. ഇപ്പം നമുക്ക് എന്താ അടച്ചുറപ്പിനൊരു വീടായില്ലേ, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. മക്കൾക്ക് എന്താ വെച്ചാൽ സമാധാനത്തോടെ പഠിക്കാൻ കറണ്ടും വെളിച്ചവും ഒക്കെ ആയിട്ട് നല്ലൊരു വീട് ദൈവം തന്നില്ലേ. അപ്പം ഇനി മെല്ലെ മെല്ലെ അതും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കും. അപ്പോഴേ അമ്മ വന്നു കേട്ടോ. ഞാൻ പോട്ടെ, നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.